നേരത്തെ ബുക്ക് ചെയ്തവൻ നേരത്തെ അത് എനിക്ക് അയ്യപ്പൻ്റെ മുമ്പിലുള്ള ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനോട് എനിക്ക് വരും. അപ്പോൾ നമ്മളിവിടെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ നിൽക്കുന്നവൻ്റെ ജാതി നോക്കിയിട്ടാണ് നമ്മൾ പ്രസാദം വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവനെ രസീത് എഴുതി തരുന്നവൻ്റെ ജാതി നോക്കുന്നുണ്ട്. അവിടെയെങ്കിൽ വിർച്വൽ ക്യൂവിൻ്റെ ഡിസൈറബിലിറ്റി തന്നെ നമ്മൾ അത് ഒന്നും കൂടെ റീവിസിറ്റ് ചെയ്യണം. ഒരു ബോർഡായി കഴിയുമ്പോൾ അതൊന്നും ലീഗലി ടെനബിൾ അല്ല. അത് കാരായ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തലാണ് നമ്മുടെ ഇതിൽ. കാരായ്മയൊക്കെ പണ്ട് നിയമമില്ലായിരുന്ന കാലത്ത്, ഇപ്പോൾ ഇതാണ് നിയമം. ഈ പലപ്പോഴും ഈ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ജാതി തിരിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരാറുണ്ട്. അതിൽ സർട്ടൻ ജാതിയിലുള്ളവരാണ് ദേവസ്വം ബോർഡിലെ ജീവനക്കാരിൽ ഒരു 60%, 70%. ഈ ജാതി എങ്ങനെയാണ് സാർ ഇതിൽ വർക്ക് ചെയ്യുന്നത്? ഒന്നും ലീഗലല്ല. ബിക്കോസ് സർക്കാരിൽ നിലവിലിരിക്കുന്ന സംവരണമല്ലാതെ ദേവസ്വം ബോർഡിന് പ്രത്യേകമായിട്ടൊരു സംവരണമില്ല. ഇതൊക്കെ യാദൃച്ഛികമായിട്ട് പലതും സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ നിയമപ്രകാരം ഗവൺമെൻറ് പിന്തുടരുന്ന സംവരണ നയമല്ലാതെ വേറെ ദേവസ്വം ബോർഡാണ് അതുകൊണ്ട് ഇന്ന ജാതിക്കാരൻ അങ്ങനെ ഒന്നുമില്ല. അത് മലബാർ ദേവസ്വം ബോർഡിലൊക്കെ ഊരായ്മക്കാരൊക്കെ ചില അവകാശങ്ങളുണ്ടെന്നല്ലാതെ തിരുവിതാംകൂർ ദേവസ്ഥയിൽ വളരെ കുറവാണ്. വളരെ ലിമിറ്റഡാണ്. അത് കൂടൽമാണിക്യത്തിലൊക്കെ ഈ മലബാർ ദേവസ്വത്തിൻ്റെ ഭാഗം അവിടെയാണല്ലോ. അവിടെ ഈ കാരായ്മക്കാർക്ക് ചില അവകാശങ്ങളുണ്ട്. അതൊന്നും ഒരു ബോർഡായി കഴിയുമ്പോൾ അതൊന്നും ലീഗലി ടെനബിൾ അല്ല. അത് കാരായ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തലാണ് നമ്മുടെ ഇതിൽ. കാരായ്മയൊക്കെ പണ്ട് നിയമമില്ലായിരുന്ന കാലത്ത്, ഇപ്പോൾ ഇതാണ് നിയമം. അതാണ് ഇതിന് ശരി. നിയമം വെൻ ദർ ഇസ് എ ലോ ഇൻ ദ ലാൻഡ് ദാറ്റ് ഇസ് ആപ്ലിക്കബിൾ ഫോർ ഓൾ, അല്ലേ? അതൊന്നും പുതിയ നിയമത്തിലില്ല. മറ്റ് സംസ്ഥാനത്തുണ്ടെന്ന് കേരളത്തിലില്ല. അതായത് കേരളത്തിലില്ല. ഇവിടെ പ്രീസ്റ്റുകാർക്ക് ആർക്ക് വേണമെങ്കിൽ ഇഫ് യു ആർ ക്വാളിഫൈഡ് യു ക്യാൻ ബി എ പ്രീസ്റ്റ്. അങ്ങനെന്താ കുഴപ്പം? നിങ്ങൾ പിന്നെ ഇപ്പം അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിനകത്തിപ്പോൾ ചില കാര്യങ്ങൾക്ക് തന്ത്രി ആരാണ്? പരമ്പരാഗതമായിട്ടുള്ള തന്ത്രിമാരാണ്. അവർ എംപ്ലോയീസ് ഓഫ് ദി ദേവസ്വം ബോർഡായിട്ട് പറയാൻ പറ്റില്ല. അവർ റിച്വലിസ്റ്റിക്കായിട്ട് വരുന്നവരാണ്. അതേ സമയത്ത് അവിടെ ആദ്യം വായിക്കുന്നവൻ അവൻ ഇന്ന ജാതിക്കാരനാവണമെന്നും പറയാൻ പറ്റില്ല. കാരണം ക്ഷേത്രകലാപീഠത്തിൽ പഠിച്ചിട്ടോ ഇവരുടെ അവിടെ പഠിച്ചിട്ട് ഞാൻ നാദസ്വരം വായിക്കുന്നവൻ അല്ലെങ്കിൽ തകില് വായിക്കുന്നവൻ ഇന്ന ജാതിക്കാരനാവണമെന്നും പറയാൻ പറ്റില്ല. എനിക്ക് വിദ്യ അറിയാമെന്ന് മാത്രം നോക്കിയാൽ മതി. ബാക്കിയെല്ലാം ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ലോ. അങ്ങനെയല്ലേ വരാൻ പറ്റുള്ളൂ. ഞാൻ ഉത്തരവ് വായിച്ചിട്ടല്ല പറയുന്നത്, അങ്ങനെ വരാൻ പറ്റൂ. അവരെ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുക എന്നല്ല, എന്താണ് ഇങ്ങനെയൊക്കെ ഇവിടെ സാധിക്കുള്ളൂ. ഇതാണ് ഇവിടുത്തെ നിയമം. അത് കേരളത്തിൽ എനിക്ക് തോന്നില്ല. കേരളത്തിൽ ഇപ്പോൾ ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്കിപ്പോൾ നമ്മളിവിടെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ നിൽക്കുന്നവൻ്റെ ജാതി നോക്കിയിട്ടാണ് നമ്മൾ പ്രസാദം വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവനെ രസീത് എഴുതി തരുന്നവൻ്റെ ജാതി നോക്കുന്നുണ്ട്. അവിടെയെങ്കിൽ അതെല്ലാം ദീസ് ആർ ഓൾ ഫാർ ഫെച്ച്ഡ് ആൻഡ് മിസ്ചീവസ് എന്നും കൂടെ ഞാൻ പറയും. കേരളത്തിലതൊന്നും ഇല്ലെന്നാണ് ഞാൻ മേ ബി എൻ്റെ റഡാറിൽ പെടാത്തതാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഫ്രെയിം വർക്ക്. ചന്ദ്രാനന്ദൻ റോഡുണ്ടല്ലോ, അവിടെ റോഡുണ്ട്. ചന്ദ്രാനന്ദൻ റോഡുണ്ട് അവിടെ. പല ഫെസിലിറ്റി ഈവൻ അന്നദാനം മണ്ഡപം ഇപ്പോഴാണ്. അന്നദാനം ഏതാണ്ട് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ സമയത്താണ്. അങ്ങനെ ഈ ഗവൺമെന്റ് ശബരിമലയിൽ നിന്നുള്ള കാശ് കൊണ്ടുപോകുന്നു പറയുന്നത് അത് വെറുതെയാണ്. യു ഷുഡ് പുട്ട് ഇറ്റ് ഇൻ ബോൾഡ് ലെറ്റേഴ്സ്. ഗവൺമെന്റ് ഡസ് നോട്ട് ടച്ച് എ പെനി ഓഫ് ശബരിമല. കൊടുക്കാൻ പാടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുന്നുമില്ല. ഈ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സർവീസ് ഓർ എ ഫെസിലിറ്റി ബീങ് ക്രിയേറ്റഡ് ഫോർ ഡിവോട്ടീസ്. ആ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിന് ഗവൺമെൻറ് ഒരു അലവൻസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് തരുന്നു എന്ന് മാത്രം. ഇറ്റ് ഇസ് നോട്ട് ബീങ് എൻറ്റയർലി ഫണ്ടഡ് ബൈ ഗവൺമെൻറ്. ഇപ്പോൾ അങ്ങനെയാണ്. അത് നമുക്ക് സ്പോൺസർഷിപ്പ് പിടിക്കാനുള്ള നമ്മുടെ കഴിവുകേട് കൊണ്ടാണ്. ആക്ച്വലി ഇറ്റ് ഷുഡ് ബി ഡൺ ത്രൂ സ്പോൺസർഷിപ്സ് ആൻഡ് ഡൊണേഷൻസ്. സ്പോൺസർഷിപ്പ് ഭംഗിയായിട്ട് അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്. ഇപ്പം നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ടൊരു സ്പോൺസർഷിപ്പ് വാങ്ങണമെങ്കിൽ there are certain regulations അല്ലേ? ഇവിടെ അത് വേണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. യു ക്യാൻ ആരെങ്കിലും വരുന്നു, ഒരാളെ വരുത്തം കൊണ്ടുവരുന്നു, അയാളോട് ഇയാൾ എന്താണ് സംസാരിച്ചിട്ടുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത്തരത്തിലുള്ള മിഡിൽമെന്നെ ഒഴിവാക്കാനുള്ള തരത്തിൽ വളരെ സുതാര്യമായിട്ടുള്ള ഒരു സ്പോൺസർഷിപ്പ് മാനുവൽ ആൻഡ് അപ്രോച്ച് ഉണ്ടാവണം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. സോ മച്ച് സോ പീപ്പിൾ ഹു ഹാവ് ദ മണി ആൻഡ് വില്ലിങ്നെസ് ഫീൽ കോൺഫിഡൻറ്റ് ആൻഡ് കംഫർട്ടബിൾ
ടു ബി എ സ്പോൺസർ. ഇപ്പോൾ ഇയാൾ വേറൊരു ആളിലൂടെ മാത്രമേ വരുന്നുള്ളല്ലോ. അയാളിവിടെ ആരെ വന്ന് കാണാൻ അയ്യപ്പനോട് പറയാൻ പറ്റുമോ? എക്സിക്യൂട്ടീവ് ഓഫീസറോട് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിയോണ്ട് ഹിം. അയാൾ വേറെ അടുത്തെങ്കിലും വിടും. ഇറ്റ്സ് ഓൾ അമോർഫസ്. എനിക്കത് സിസ്റ്റം അറിയാമെന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബോർഡിൽ നേരെ വരണം. ആ സിസ്റ്റംസ് നല്ല സ്ട്രീം ലൈൻ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശബരിമലയിൽ പിൽഗ്രിംസിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അവിടെ ചില നോംസും വേണം. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റില്ല. ദീസ് ആർ അവർ ഞങ്ങളുടെ ആർക്കിടെക്ചർ സ്റ്റൈൽ ഇതാണ്, ഇതേ ചെയ്യുള്ളൂ. ചെയ്ത് നിങ്ങൾക്ക് പറ്റില്ലേ പൊക്കോ. നിങ്ങളുടെ പേര് എങ്ങനെ എഴുതി വയ്ക്കും? ഇത്ര സൈലസിലുള്ള ഫോണ്ടിലേ എഴുതി വയ്ക്കുള്ളൂ. നിങ്ങൾക്ക് എന്താണ് ആനുകൂല്യം? ഒരു വർഷം ഇത്ര ദിവസം തൊഴാൻ വന്നാൽ ഫ്രണ്ടിൽ നിന്ന് തൊഴിയിക്കാം. അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ലെറ്റ് ഇറ്റ് ബി, ഞാൻ എൻ്റെ കാലത്ത് കാർഡ് വരെ കൊടുക്കാൻ പറഞ്ഞതാണ്. ലെറ്റ് ഇറ്റ് ബി ഇൻസ്ക്രൈബ്ഡ് ആൻഡ് ഗിവൺ ടു ദം, യു ആർ എൻറ്റൈറ്റിൽഡ് ഫോർ ഇത്ര ദർശനം. ഇവിടെ വന്നാൽ ഫ്രീ ആയിട്ട് താമസിക്കുന്നത്. 1 കോടി രൂപ തന്നവന് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണ്ടേ? അത് ലെറ്റസ് അത് ഒബ്ജക്റ്റിഫൈ ചെയ്യണം. അത് മാറരുത്. ഇതൊന്നും ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊന്നുമില്ല, ഇത് വേണം. ചോദിച്ചത് നമ്മൾ പക്ഷേ ആർക്കും കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ പൈസ തന്നില്ല. പക്ഷേ ഇത് വി ഹാഡ് ഡിസ്കസ് ദിസ്. കാരണം അത് ഹൈപ്പവർ കമ്മിറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ബോർഡാണ് നടത്തിക്കൊണ്ട് പോകേണ്ടത്. സോ ബോർഡിൻ്റെ കൺകറൻസ് വേണം. ബോർഡാണ് ഈ പ്രിവിലേജ് കൊടുക്കേണ്ടത്. വി ആർ ഒരു അഡ്ഹോക്ക് കമ്മിറ്റി അല്ലേ. അപ്പോൾ ബോർഡിൻ്റെ ഒരു തിങ്കിങ് പ്രോസസ്സിനകത്ത് ഇത് വരണം. ഇപ്പോൾ ഇത്ര കോടി രൂപയിൽ കൂടുതൽ തരുന്ന ഒരാളിന് വാട്ട് ആർ ദ പ്രിവിലേജസ് ദാറ്റ് വി ഗിവ്? ഒരു പ്രിവിലേജും ഇല്ല. നിങ്ങളൊന്ന് ക്യൂ ഒന്ന് തൊഴുതോ, 1 കോടി രൂപയിൽ തന്ന ആരെങ്കിലും തരുമോ? ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. സംബഡി ഹു പേസ്. നിലവിലെല്ലാം ഇൻഫോർമലാണ്. നിലവിൽ ഫോർമലായിട്ടൊന്നുമില്ല. കോടതിയും ഫോർമലായിട്ട് കൊടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അവിടെ എല്ലാം സമന്മാരാണ്. പക്ഷേ മനുഷ്യരല്ലേ, എത്രയായാലും മനുഷ്യരല്ലേ എന്ന് ചങ്ങമ്പുഴ പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് എനിക്ക് ഡിസഗ്രി ചെയ്യുന്നൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള സബ്ജക്റ്റീവ് ഇൻ്റർപ്രിട്ടേഷനുള്ള സ്പേസസ് പാടില്ല. If I am a donor who has contributed 5 crores of rupees, I should be entitled to certain privileges. ചെറിയ പ്രിവിലേജ് മതി. എനിക്കവിടെ വലിയ 5 സ്റ്റാർ ലക്ഷറി ഒന്നും വേണ്ട. അത് കൃത്യമായി എനിക്ക് അറിയണം. ഇതിപ്പോൾ കോടതി അനുവദിച്ചിട്ടില്ലെങ്കിൽ വി ഷുഡ് കൺവിൻസ് ദ കോർട്ട്. ഇങ്ങനെയാണെങ്കിൽ ഇത് മുമ്പോട്ട് പോകുള്ളൂ. ഓഫ് കോഴ്സ് കോർട്ട് വിൽ കൺസിഡർ ദിസ്. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുക എല്ലാവരും സമന്മാരാണെന്ന് പറഞ്ഞിരിക്കുന്നുള്ളത് ശരി തന്നെ. പക്ഷേ യു ക്യാൻ ഡെഫിനറ്റ്ലി ടേക്ക് അപ്പ് ദ മാറ്റർ വിത്ത് ദ കോർട്ട്, ഗെറ്റ് ദ കൺകറൻസ്, ബോർഡ് അനുമതി കൊടുക്കണം. അങ്ങനെയാണ് എങ്കിൽ ഒരു സുതാര്യതയുണ്ടെങ്കിൽ ഒരു വിഷമവുമില്ല. ശബരിമലയിൽ ഇഷ്ടംപോലെ ഈ പറഞ്ഞ പോലെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും. സ്പെഷ്യൽ ദർശനം അയ്യപ്പൻ ഡസൻ എൻകറേജ് ഇറ്റ്. ദർശനത്തിൻ്റെ സമയത്ത് സ്പെഷ്യലായിട്ട് അവിടെ നിർത്താം. അല്ലാതെ പിന്നെ ഇപ്പോൾ പല ക്ഷേത്രങ്ങളിൽ ഇപ്പം ടിക്കറ്റ് എടുത്ത 100 രൂപ എടുത്ത് അല്ല 1000 രൂപ എടുത്ത് പേഴ്സണലി 1000 ഉണ്ട്. തിരുപ്പതിയിലുണ്ടത്. കാരണം തിരുപ്പതി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ട്. വിർച്വൽ ക്യൂവിനെ പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടെന്ന് മാത്രമല്ല, ഐ ഡു നോട്ട് വിഷ് ടു കമൻറ്റ് ഓൺ ഇറ്റ്. വിർച്വൽ ക്യൂ ഐ ഡോണ്ട് വാണ്ട് ടു കമൻറ്റ് ഓൺ ഇറ്റ് ബിക്കോസ് അത് അല്ല, ഈ വിർച്വൽ ക്യൂവിൻ്റെ ഡിസൈറബിലിറ്റി തന്നെ നമ്മൾ അത് ഒന്നും കൂടെ റീവിസിറ്റ് ചെയ്യണം. മനസ്സിലായി. കാരണം ബിക്കോസ് പോലീസ് അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആയി എന്നുള്ളത് കൊണ്ടല്ലേ. വിർച്വൽ ക്യൂ ഞാനത് അത്ര പഠിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം അത് തന്നെ ഞാനും ചോദിക്കുന്നത്. അത് റീവിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. ശബരിമലയിൽ ഇപ്പം ചിലർക്കൊക്കെ നമുക്ക് ചില പ്രിവിലേജസ് എല്ലാം കൊടുക്കേണ്ടി വരുമല്ലോ. വയസ്സായവർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ ഒരു സുപ്രീം കോടതി ജഡ്ജി വന്നു, ഒരു VIP വന്നു, അതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. അതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇപ്പോൾ ഇൻഫോർമലായിട്ടാണ് നടക്കുന്നത്. അത് ഡോണറെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നേരത്തെ ബുക്ക് ചെയ്തവൻ നേരത്തെ അത് എനിക്ക് അയ്യപ്പൻ്റെ മുമ്പിലുള്ള ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനോട് എനിക്ക് യോജിപ്പില്ല.